കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്ത വരുന്നു. തകരാറിൽ ആയതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ടാങ്ക് ലോറി ഇടിച്ചു കയറിയായിരുന്നു അപകടമുണ്ടായത്. ലോറിയുടെ തകരാർ പരിഹരിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചതെന്നറിയുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അർജുനുണ്ട് അവിടെ. അർജുൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മൊത്തം തീപിടുത്തമാണല്ലോ. അരുൺ, പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. പിലാത്തറയിലാണ് ഈ ലോറി, അതായത് ഈ പിലാത്തറയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ്. ആ ലോറിയുടെ ചില സാങ്കേതികമായിട്ടുള്ള ചില തകരാറുകൾ കാരണം ആ ലോറി ഈ റോഡിന്റെ ഒരു വശത്ത് അല്പം ഒതുക്കി അവിടെ മെക്കാനിക്കും അതുപോലെ തന്നെ ഈ ലോറി ഡ്രൈവറും ചേർന്ന് അതിന്റെ തകരാർ പരിഹരിക്കുകയായിരുന്നു, അതിന്റെ ജോലി നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഈ സിമന്റ് മിക്സിംഗ് ഒക്കെ നടത്തുന്ന ഒരു ടാങ്കർ വന്ന് ഈ ലോറിയിലേക്ക് ഇടിക്കുന്നത്. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ പറയുന്ന ലോറി തീ പിടിക്കുകയും കത്തുകയും ചെയ്തു. ആ സമയത്ത് ഈ പറയുന്ന ഈ ലോറി തകരാർ പരിഹരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മെക്കാനിക്കിനും അതുപോലെ തന്നെ ലോറി ഡ്രൈവർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും തന്നെ കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് തന്നെ തീ പടർന്നു. ഇവർക്ക് രണ്ടുപേർക്കും ആ ലോറി കത്തുന്നതിനിടയിൽ തന്നെ പൊള്ളലേൽക്കുകയും അതിന്റെ ഭാഗമായി തന്നെ ഇവർ രണ്ടുപേരും മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഉടനെ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ തീ കെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം നടത്തിയെങ്കിലും അതെല്ലാം ഫലം കാണാതെ പോവുകയായിരുന്നു. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പുലർച്ചെയാണ് ഈ പിലാത്തറയിൽ ഇങ്ങനൊരു സംഭവം നിർത്തിയിട്ടിരുന്ന ഒരു ലോറി, അത് നന്നാക്കിക്കൊണ്ടിരുന്ന മെക്കാനിക്കും സഹായിയുമാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ ഈ ഓണത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. നമ്മൾ എപ്പോഴും പറയും, വാഹനാപകടങ്ങൾ ഓടിക്കുന്നവർ മാത്രമല്ല, വഴിയാത്രക്കാരാണെങ്കിലും സൈഡിലിരിക്കുന്നവർക്കും ഒക്കെ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. 50% മാത്രമേ ജീവനും നമുക്ക് ഉറപ്പുള്ളൂ തിരിച്ചു വീട്ടിലെത്തുമെന്നുള്ളതിന്. ഇവിടെ സംഭവിച്ചത് കണ്ടില്ലേ? വാഹനം ഓടിച്ചയാളല്ല, അപകടം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം തെറ്റിച്ചു വന്നതുകൊണ്ടല്ല, അവിടെ ആ വാഹനം നന്നാക്കിക്കൊണ്ടിരുന്ന മെക്കാനിക്കും സഹായിയുമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. കണ്ണൂർ പിലാത്രയിൽ നിന്നുള്ള ഒരു ദാരുണ സംഭവമാണ് ഇപ്പോൾ അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്തത്. ഈ ഓണത്തിനിടയിലും ഇങ്ങനെ ചില വാർത്തകൾ വരുന്നത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്.